ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായതുള്ളെല്ലാം സമ്പൂർണ്ണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരിശുദ്ധമാതാവേ, ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിടണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്ത് അരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുലമാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ.
ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടത് അന്നു വേണ്ട ആഹാരം ആഹാരം തരണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ഞങ്ങളോട് ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്ക് ലോകത്തിൽ ഇടയാകരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, രാജ്യമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എപ്പോഴും മരണസമയത്തും ഞങ്ങളുടെ മനസ്സിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. മിനിച്ചേച്ചി ഗാവുൽത്ത മലയിൽ നിന്നും ആ പാട്ടൊന്ന് പാടാവോ? ഞാൻ പാടാം. മിനിച്ചേച്ചി റെഡിയായി. ഓക്കെ. ചേട്ടാ പഠിക്കോ? വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ. അപരാധമെന്തു ഞാൻ ചെയ്തു? വനത്തിലൂടാനയിച്ചു ഞാൻ. അന്നമായൻ മന്ന തന്നില്ലേ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ. അപരാധമെന്തു ഞാൻ ചെയ്തു? വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ. അപരാധമെന്തു ഞാൻ ചെയ്തു? കർത്താവ് ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തെ 40 ദിവസത്തെ തീർത്ഥയാത്രയുടെ 9ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവെക്കുന്നത് കില്യാൻ രൂപതയുടെ ഫിനാൻസ് ഓഫീസറായ പെരിയ ബഹുമാനപ്പെട്ട ജോർജ് വട്ടമറ്റത്തിൽ അച്ഛനാണ്. അച്ഛൻ നമ്മുടെ കൂടെയുള്ള മാണി സാറിൻ്റെ ശിഷ്യനാണ്. മാണി സാറിൻ്റെ ഇടവകയായ മുള്ളംകൊല്ലി ഇടവകാംഗമാണ്. മാണിച്ചേട്ടന് ശബ്ദമില്ലാത്തത് കൊണ്ടാണ് പകരക്കാരനായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അച്ഛൻ നല്ലൊരു സംഘാടകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്. ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസവും കില്യാൻ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും മഹാരാഷ്ട്ര സർക്കാർ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെ മനോഹരമായി എടുത്തു കാണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. അച്ഛനെ നമുക്ക് ഇന്ന് ദൈവവചനം പങ്കുവെക്കാനായിട്ട് നൽകിയ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പ്രിയപ്പെട്ട ജോർജ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ 9ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധികാരത്തിൻ്റെ അഹങ്കാരം ഏറ്റവും നമ്മളെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ, നമ്മെ തന്നെ പരിശോധിച്ച് മനസ്സിലാക്കാനായിട്ട് അച്ഛൻ കല്യാണിൽ നിന്നാണ് നമ്മോട് സംസാരിക്കുന്നത്. അച്ഛ വളരെ സ്നേഹത്തോടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ എല്ലാവരുടെയും പിതാക്കന്മാരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെ അൽമാരുടെയും എല്ലാം പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാണിച്ചേട്ടൻ്റെ പേരിൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ അച്ഛ.
സ്നേഹമുള്ളവരെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ ശരി. എന്നെ വിളിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി. നമുക്ക് ദൈവവചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. പ്രധാന പുരോഹിതൻ യേശുവിനെ അവന്റെ ശിഷ്യരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു. യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിന്റെ അടുക്കിലേക്ക് അയച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, അധികാരത്തിന്റെ അഹങ്കാരം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് എന്നോട് സംസാരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതാദ്യമായി സംസാരിക്കാനല്ല, ദൈവവചനം നമുക്ക് പങ്കുവെക്കുക, അതിനൊരു ചെറിയ റിഫ്ലക്ഷൻ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. ഈ സാഹചര്യം സേവകരിൽ ഒരുവൻ യേശുവിനെ അടിച്ച ആ സാഹചര്യം നമ്മൾ കണ്ടു. അധികാരത്തിന്റെ അഹങ്കാരം വളരെ വ്യക്തമായി കണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അധികാരത്തിന്റെ അപകട വശം, അത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അതിനൊരു അപകട വശമുണ്ടാവുക. അതിന്റെ അപകടം ഉണ്ടാകുന്നത് അത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ്. നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളുമായിട്ട് ഇത് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ, അധികാരം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അധികാരമുണ്ട് എന്നതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ അഹങ്കാരം അല്ലെങ്കിൽ ദുരുപയോഗം നമ്മുടെ ജീവിതത്തിൽ എത്രയും എളുപ്പമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പല സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുമ്പോഴും നമുക്കെല്ലാവർക്കും അധികാരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. എല്ലാ അധികാരവും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 11 നമുക്കറിയാം, ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ അധികാരം നിനക്ക് ഉണ്ടാകുമായിരുന്നില്ലെന്ന് യേശു കൃത്യമായിട്ട് പിലാത്തോസിനോട് പറയുന്നുണ്ട്. ഉന്നതങ്ങളിൽ നിന്ന് അധികാരം നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ നിനക്ക് അധികാരമില്ല. അപ്പോൾ അധികാരം എപ്പോഴും ദൈവത്തിൽ നിന്നാണ്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മോട് പറയുകയാണ്. അധികാരം ദൈവത്തിൻ്റെതാണ്. യഥാർത്ഥത്തിൽ ദൈവമാണ് അധികാരം നൽകുന്നത്. ദൈവത്തിൽ നിന്നാണ് അധികാരം. അത് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ ഉപകാരത്തിന് വേണ്ടി അത് കൈകാര്യം ചെയ്യുവാനായിട്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ അത് ഉപയോഗിക്കുമ്പോഴാണ് ഒരു അധികാരി ഒതന്റിക് അധികാരിയായിട്ട് മാറുക. ആ അധികാരി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം താല്പര്യപ്രകാരം ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ അത് ദുരുപയോഗമായി മാറും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പാവാവസ്ഥയിലേക്ക് നമ്മൾ മാറുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാനായിട്ട് അധികാരത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പാവാവസ്ഥയിലേക്കായി മാറുന്നു. അത് അഹങ്കാരമായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് സത്യമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അധികാരം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം മനുഷ്യരിന് വേണ്ടി അവൻ ഉപയോഗിക്കുമ്പോൾ അവൻ അഹങ്കാരിയാകുന്നു, പാവാവസ്ഥയിലേക്ക് അവൻ മാറുന്നു എന്നതാണ് സത്യം. നമുക്ക് ശരിക്കും ഈശോയുടെ അധികാരത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോയുടെ പഠനത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യം നമുക്കറിയാം. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. യേശു പഠിപ്പിക്കുമ്പോൾ അതിന് അധികാരമുണ്ട്, അധികാരം ഉള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മർക്കോസ് സുവിശേഷം 1:22
അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അപ്പോൾ യേശുവിന്റെ പഠനത്തിലും അല്ലെങ്കിൽ യേശു അധികാരം ഉപയോഗിച്ചതിനുള്ള ഒരു പ്രത്യേകത. പക്ഷെ അധികാരത്തെ അവർ ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്, ആധികാരികത ഉള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് എന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. യേശു എന്താണ് ശരിക്കും പഠിപ്പിച്ചത്? ആ സുവിശേഷത്തിൽ കുറച്ചും കൂടി മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ആരംഭം വായിക്കുമ്പോൾ നമുക്കറിയാം യേശു പഠിപ്പിച്ചത് പാറമേൽ ഭവനം പണിയുന്ന മനുഷ്യനെ കുറിച്ചാണ്. പാറമേൽ ഭവനം പണിയുന്ന മനുഷ്യനെ കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. എന്താണ് ഈ പാറ എന്ന് ഞാൻ ചിന്തിച്ചു. എന്താണ് ഈ പാറമേൽ ഭവനം പണിയുക? അപ്പോൾ എനിക്ക് സങ്കീർത്തനം 18:1 സങ്കീർത്തകൻ പാടുകയാ. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഖവും അഭയ കേന്ദ്രവും അങ്ങാണ്. സങ്കീർത്തകനോടൊപ്പം കൂടിയിരുന്ന് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവം നമ്മോട് പറഞ്ഞു തരുന്നത്, പാറമേൽ ഭവനം പണിതു എന്ന് പറയുന്നത് ദൈവത്തിന്റെ മേൽ ഭവനം, അല്ലെങ്കിൽ ദൈവത്തിൽ ഭവനം പണിതു എന്നതാണ്. അപ്പോൾ പാറ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദൈവത്തെയാണ്, ദൈവ സാന്നിധ്യത്തെയാണ് നമ്മൾ ഇവിടെ വിവക്ഷിക്കുക, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശുവിന്റെ അധികാരം ഞാൻ ചിന്തിക്കാറ് പാറമേൽ പണിത ഒരു ഭവനം പോലെയാണ്. അതായത് നിയമജ്ഞരെ പോലെയും ഫരിസേയരെ പോലെയും പൂഴിമണ്ണിൽ പണിത ഒരു ഭവനം പോലെ അല്ല. കാരണം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമില്ല. പിന്നെയോ ദൈവത്തിൽ നിന്നുള്ളതല്ല അവർ പഠിപ്പിക്കുന്നത് എന്ന സത്യം. യഥാർത്ഥത്തിൽ യേശു ദൈവത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതുമാണ് മനുഷ്യരോട് പറയുവാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് നമുക്കറിയാം പിതാവുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാം. യേശുവിന് യോഹന്നാൻ സുവിശേഷം 10:30 നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ യേശു ഞാനും പിതാവുമായ ദൈവമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിതാവും ഞാനും ഒന്നാണ് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് അത് ആണ് എന്ന ബോധ്യത്തിലാണ് യേശുനാഥൻ പ്രവർത്തിക്കുക. അപ്പോൾ ദൈവമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചത്, അതാണ് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചത്. യോഹന്നാൻ സുവിശേഷം 8:14 നമുക്കറിയാം, യേശു പ്രതിവചിച്ചു, ഞാൻ എനിക്ക് സാക്ഷ്യം നൽകിയാലും അത് സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. അതായത് പിതാവിനെ അറിയുന്നവനാണ്, ദൈവത്തെ അറിയുന്നവനാണ് യേശു. ദൈവത്തെ അറിഞ്ഞിരുന്നു, അതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ലൂക്കാ സുവിശേഷം 22:42, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് യേശു പ്രാർത്ഥിക്കുന്നു. ശേഷം എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതായത് ദൈവത്തിന് വിധേയത്വമുള്ളവനായി തീരുന്ന അനുസരിക്കുന്ന യേശുവിനെയാണ് നമ്മൾ അവിടെ കാണുക. അപ്പോൾ ആ പാറയാകുന്ന ദൈവത്തിൽ ഊന്നി സ്ഥാപിതമായിട്ടുള്ള പഠനങ്ങളും പഠിപ്പീരും അധികാര പ്രയോഗവുമാണ് യേശുനാഥൻ ചെയ്യുക. അതിന് ഒരു വശം കൂടിയുള്ളത് യേശു ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. യേശു ആരുടെ അടുത്താണ് ഈ അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ചത്? യേശു ജനങ്ങളുടെ അടുത്താണ് പഠിപ്പിച്ചത്. മർക്കോസ് വിശേഷം 8:2, എനിക്ക് ഈ ജനത്തോട് കരുണ തോന്നുന്നു. 3 ദിവസമായി ഇവരെന്നോടൊപ്പം ഉണ്ട്. 3 ദിവസമായിട്ട് അവരെന്നോടൊപ്പം ഉണ്ട്. എനിക്ക് അവരുടെ മേൽ കരുണ തോന്നുന്നു. മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന, അധികാരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ഇവിടെ കാണുക. അതുപോലെ യോഹന്നാൻ 2:25 കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം യേശുവിന് ആവശ്യമുണ്ടായിരുന്നില്ല. മനുഷ്യനെ പറ്റി അവൻ ആരാണെന്നും എന്താണെന്നും യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അധികാരത്തിന്റെ ഉപയോഗത്തിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന്
ഈ അധികാരം എവിടെ നിന്ന് വന്നു എന്നുള്ള തിരിച്ചറിവ്, ആ അധികാരം എവിടെ ഉപയോഗിക്കണമെങ്കിൽ ആ ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം, ഇത് രണ്ടും യേശുവിന്റെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് യേശുവിന്റെ അധികാരം അംഗീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പഠിപ്പിച്ചത്, ജനങ്ങൾ അംഗീകരിച്ചത്, സ്വീകരിച്ചത്. സ്നേഹമുള്ളവരെ, അധികാരത്തിന്റെ ദുരുപയോഗം അത് അഹങ്കാരമായി മാറും. അത് ദൈവത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ പാറ പോലെ ഉറച്ച ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതികളും തീരുമാനങ്ങളും പഠിപ്പീരും അല്ല നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും അവഗണിക്കപ്പെടും. അത് അഹങ്കാരം ആയിത്തീരും. അത് പാപാവസ്ഥയിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അധികാരമുള്ളവരാണ്. ഒരു കുടുംബത്തിൽ അപ്പൻ എന്ന രീതിയിൽ എത്രയോ അധികാരമുണ്ട്. അമ്മ എന്ന രീതിയിൽ അധികാരമില്ലേ? മക്കൾ എന്ന രീതിയിൽ നമുക്ക് അധികാരമില്ലേ? അപ്പന്റെ അധികാരവും അമ്മയുടെ അധികാരവും ഈ ദൈവത്തിന്റെ ഇഷ്ടത്തിനോട് ചേർത്ത് വെച്ച് അതിൽ അധിഷ്ഠിതമായിട്ടുള്ള പാറമേൽ പണിതുപോലെയുള്ള പണിതുപോലെയുള്ള അധികാരമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇന്ന് പലപ്പോഴും ജനങ്ങളുമായിട്ടെല്ലാം ഇടപെട്ട് ജീവിക്കുമ്പോൾ മനസ്സിലാക്കുക, ഈ മാതാപിതാക്കൾ ഈ അധികാരം ഉപയോഗിക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. അവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാനോ ഉള്ള ധൈര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പല കാര്യങ്ങളും മക്കൾക്ക് തന്നെ അധികാരം വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പറയാറില്ലേ, ചുള്ളിക്കമ്പിലാണ് കാതിലിരിക്കുന്നത് എന്ന് പറയാറില്ലേ? അതായത് കുട്ടികളാണ്, അവർ എന്താണെന്ന് അറിയാതെ അവരാണ് വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുക. അവർക്കാണ് കൂടുതൽ അധികാരം വീട്ടിൽ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ എടുക്കേണ്ട അധികാരമുണ്ട്. ആധ്യാത്മിക രംഗത്ത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന വാക്കുകൾക്കുള്ള ആധികാരികതയുണ്ട്. ആധികാരികതയോടുകൂടി ആ വാക്കുകൾ, തിരുവചനം പ്രസംഗിക്കാൻ സാധിക്കണമെങ്കിൽ അത് നിറവേറ്റുന്നവരും പാലിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് സാധ്യമാകുക. ആ തിരുവചനം അനുസരിച്ച് ജീവിക്കുന്നവന് ആധികാരികതയോടുകൂടി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കുക. അധികാരത്തിൽ ഇരിക്കുന്നവൻ അധികാരം മറ്റുള്ളവരെടുത്ത് പ്രയോഗിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. അത് ദൈവവുമായിട്ടുള്ള ഇഷ്ടത്തിനോട് ചേർത്ത് വെച്ചാണോ ഞാൻ അധികാരം ഉപയോഗിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കി ചെയ്തില്ല എങ്കിൽ അത് അപകടത്തിലേക്കും അഹങ്കാരത്തിലേക്കും നമ്മൾ തിരിച്ചുവിടും. ഒരുപക്ഷെ നമ്മുടെ എല്ലാ നേതൃത്വ നിരകൾക്ക് ഒരുപക്ഷെ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾക്ക് തന്നെ നമ്മുടെ ചെറിയ ജീവിതത്തിൽ, ചെറിയ ജീവിത മേഖലകളാകാം, രംഗങ്ങളാകാം, അവിടെയെല്ലാം നമ്മൾ ഇങ്ങനെ അപകടങ്ങളിലേക്ക് വീണു പോകാറുണ്ട്. അധികാരത്തിന്റെ ദുരുപയോഗം കൊണ്ട് നമ്മൾ വീണു പോകാറുണ്ട്. അതിനെയെല്ലാം ഒന്ന് ചിന്തിക്കാനായിട്ട് ഈ ദിവസങ്ങൾ, നമ്മുടെ ഈ 40 ദിവസത്തെ പ്രാർത്ഥന ജീവിതം, കൂട്ടായ്മകൾ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം എന്തുമാകട്ടെ, എത്ര വലുപ്പമുള്ളതാകട്ടെ, ഒരു ചെറുതാകട്ടെ, പക്ഷെ അതെന്തും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിർവഹിക്കാൻ സാധ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഫലമണിയും, അംഗീകരിക്കപ്പെടും, ആധികാരികതയുള്ളതായി തീരും. അല്ലാത്ത പക്ഷം നമ്മൾ പാവാവസ്ഥയിലേക്ക് പോകും. പാവാവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ട് ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മകളിൽ കൂടുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മാണി സാറ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ്. എൻ്റെ എല്ലാം ദൈവവിളിക്ക് ഒത്തിരി അധികമായിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ ചിന്താധാരകളെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങളിപ്പോൾ ഒരു എക്സംപ്ലറി പേഴ്സൺ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് മാണി സാറ്. സാർ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തതാണ്. എൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ ഇവിടെ പങ്കുവയ്ക്കാൻ അവസരം നൽകിയതിന് സാറിനും ടീമിലെ എല്ലാവർക്കും പ്രത്യേകപ്പെട്ട നന്ദി. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 9ാമത്തെ ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് വട്ടമറ്റത്തിൽ അച്ഛനാണ്. അധികാരത്തിന്റെ അഹങ്കാരം എന്ന ആ സബ്ജക്റ്റിലൂടെ അച്ഛൻ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ എങ്ങനെയാണ് നാം അഹങ്കാരം കൂടാതെ അധികാരം ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നാം അത് നടത്തേണ്ടതെന്നെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു.
നമുക്ക് ഈ നിമിഷം അച്ഛനെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലമായ കല്യാൺ രൂപതയെയും എല്ലാം ഒന്ന് ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈ നിമിഷങ്ങളിൽ നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കാം. അല്പസമയം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. ഈ നിമിഷങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഉപയോഗിക്കുന്നിടത്ത് ഞാൻ എപ്രകാരമാണ്? അതിൽ അഹങ്കാരത്തിൻ്റെയും മറ്റു തിന്മയുടെ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ തിരുരക്തം നമ്മുടെ മേൽ ഒഴുകി ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമായിരുന്നു അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ അധികാരങ്ങൾ. പിതാവ് എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ചുറ്റുപാടുകളിലെ ഇടവക അംഗം എന്ന നിലയിൽ, ഒരു സാമൂഹിക ജീവിയെ മനുഷ്യൻ എന്ന നിലയിൽ, ചുറ്റുപാടുകളോടെന്ന നിലയിൽ, അയൽവാസി എന്ന നിലയിലൊക്കെ ഞങ്ങൾ എങ്ങനെയായിരുന്നു പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്തു. കർത്താവേ, വന്നുപോയ വീഴ്ചകളിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ. നിന്റെ തിരുരക്തം കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തയെ, ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ ആലോചനകളെ, ഞങ്ങളുടെ പ്രവൃത്തിയെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നേ ദിവസം പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലായിരുന്ന മുഴുവൻ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട അപ്പം അങ്ങ് ആശീർവദിച്ച് മുറിച്ചപ്പോൾ അത് 5000 പേർക്ക് ഭക്ഷിക്കുവാൻ, തൃപ്തി വരുവാനും വീണ്ടും 12 കൊട്ട വരെ മീതി വരുവാനും സഹായിച്ചതുപോലെ ഇപ്പോൾ കർത്താവെ, ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഈശോ അവയെല്ലാം അങ്ങ് ആശീർവദിക്കുകയും മുറിക്കുകയും ഞങ്ങൾക്ക് പങ്കുവെച്ച് നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പങ്കുവെച്ച് തരുമ്പോൾ അത് അനുഗ്രഹമായി, അത് അഭിഷേകമായി ഞങ്ങളുടെ കുടുംബത്തിന്റെ തലമുറകൾക്ക് അത് കൃപയ്ക്ക് കാരണമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ നിമിഷം കടന്നു വരണമേ കർത്താവെ. നിന്റെ സാന്നിധ്യം, നിന്റെ അഭിഷേകം, നിന്റെ ശക്തി, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള പാപബന്ധനങ്ങള്, തഴക്കദൂഷ്യങ്ങളൊക്കെ ഞങ്ങളിലുണ്ട് ഈശോയെ. ഈ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവയിൽ നിന്നൊക്കെ മോചനം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മദ്യപാനത്തിന്റെ, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ജഡികാസക്തി, ലോകമോഹങ്ങൾ, ധനാസക്തി, ഇങ്ങനെ ഞങ്ങളെ വിട്ടുമാറാതെ ഈ നിലനിൽക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങള്, അഴിഞ്ഞു പോകാത്ത ഉടുവസ്ത്രം പോലെ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങളെ എല്ലാം ഏറ്റെടുക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. 8:15 തന്നെ 9:15 തന്നെ എല്ലാവരും കയറുവാനും പ്രോഗ്രാം മൊത്തമായി സംബന്ധിക്കുവാനുമായി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് മാതാവിന്റെ മധ്യസ്ഥം തേടി ഒരു ഗാനം ആലപിച്ച് നമുക്ക് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. ഇനി കുടക്കീഴിലെന്നപ്പോൾ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്നപ്പോൾ പാപക്കാറ്റേശാതെ, തണൽ മരമെന്നപ്പോൾ വെയിലേറ്റുവാടാതെ, മഴ നിലാവെന്നപ്പോൾ മനം മടുത്തിടാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, കാരിരുമ്പോർത്തോർക്കും കനിവേ, കാനായിലെ പ്രിയ മധ്യസ്ഥേ, കന്യാവ്രതയായ മാതേ, കാവലാം കാരുണ്യവിളക്കേ, ക്രിസ്ത്യാനിക്കഭയം നീയേ, കർമ്മല കുസുമം നീയേ, ക്രിസ്ത്യാനിക്കഭയം നീയേ, കർമ്മല കുസുമം നീയേ,
കരതാരിൽ നൽകും എന്നെ ഞാൻ അമ്മേ, കരുതലോടെന്നെ കാക്കണമേ. കരതാരിൽ നൽകും എന്നെ ഞാൻ അമ്മേ, കരുതലോടെന്നെ കാക്കണമേ. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ, തണൽ മരമെന്ന പോൽ വീലേറ്റുവാടാതെ, മഴ നിലാവെന്ന പോൽ മനം മടുത്തിടാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം. എല്ലാവരുടെയും അനുഭവത്തോടെ എൻ്റെ ചെയ്യുന്നു. നാളെ നമുക്ക് കാണാം. പ്രാർത്ഥിച്ചൊരുങ്ങി എത്താം.